ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നാളെ എന്നാൽ നമ്മൾ കണിയൊക്കെ ചൊവ്വാഴ്ചയല്ലേ, ബുധനാഴ്ച വിഷു. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പോണത് റെഡി ആയി നിൽക്കണത് വിഷുവിന് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് എന്താ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ളത്, സദ്യക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോണി. ഇനിയിപ്പോൾ നാളെയും കൂടെ ഉള്ളൂ. ചൊവ്വാഴ്ച തലേദിവസം പോയി മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല വിലയാവും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്യുന്ന ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കുഞ്ഞുമണിയെ കാണാൻ നല്ലില്ലേ, കുഞ്ഞുമണിയെ കാണുന്ന നല്ല ഭംഗിയുണ്ട്. കാരണം എന്താ, ഇന്ന് കുഞ്ഞുമണിയുടെ ഫോട്ടോഷൂട്ടായിരുന്നു അല്ലേ? അല്ല കുഞ്ഞാനെ, ഇന്ന് ഫോട്ടോഷൂട്ടായിരുന്നില്ലേ? ഇത് കാരണം ഇന്ന് കുഞ്ഞുമണി കണ്ണൊക്കെ എഴുതി ഒക്കെ നല്ല സുന്ദരി കുട്ടിയായി കാണുട്ടാ. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഇവിടെ പത്തിരിപ്പാലയിൽ പോയിട്ടാണ് കേട്ടോ മേടിക്കേണ്ടത് നമ്മള്. അപ്പൊ ഇനി നമുക്ക് വഴിയെ വിശേഷങ്ങൾ അറിയാം. ഈ വീഡിയോ എന്തായാലും വിഷുവിൻ്റെ അന്നേ ആവുള്ളൂ കേട്ടോ. വിഷുവിൻ്റെ അന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ മേടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി അറിയാട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇതാ നമ്മുടെ വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ജ്യോതിയില്ലേ? ജ്യോതി തന്നെ ലൈലുണ്ടായിരുന്നല്ലോ. അതെ, ഇതില്ലല്ലേ, കുഴപ്പമില്ലല്ലേ, വെട്ടൊന്നും ഇല്ലാത്തില്ലല്ലോ വേറെ. ഓ ജ്യോതി ഉരുളിയില് കൊള്ളാണെന്നല്ലേ വേണ്ടു. ഇത് നിന്നുണ്ടല്ലോ, അതിനേക്കാളും നല്ലത് ഇതാ ജ്യോതി. മത്തങ്ങ മതിയോ? അത് വേറെ നോക്കണോ? ഇതല്ലേ എല്ലാത്തിനും ഉണ്ടല്ലേ വെട്ടും കുത്തും. ടേസ്റ്റ് ഉണ്ടോ കുഞ്ഞിനി? സൂപ്പർ. അപ്പൊ നമ്മുടെ വിഷുവിന്റെ ഒരുക്കങ്ങൾ അടുത്ത ഘട്ടം എന്താണ്? പടക്കാണല്ലേ നമ്മുടെ വിഷുവിലെ മെയിൻ. അപ്പൊ നമുക്കിനി പടക്കം പൊട്ടിക്കാം. 2 ദിവസം മുമ്പല്ലേ നമ്മൾ ഓർഡർ ചെയ്ത പോയിട്ട് ചേട്ടാ. അപ്പൊ നമ്മൾ 2 ദിവസം മുമ്പ് ഷൊർണൂരിലെ എന്നിട്ട് കടയുടെ പേര് VM ഫയർ വർക്ക്സ് അവിടെ പോയിട്ടാട്ടോ ഓർഡർ ചെയ്തത്. ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു അങ്കിളൊന്നും ഞാൻ ആളെ കണ്ടിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് പ്രായപരിധി ഒന്നും അറിയാത്ത കാരണം തൽക്കാലം നമുക്ക് അങ്കിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ആ അങ്കിളിന്റെ കടയിൽ നിന്നാണ് കേട്ടോ ഇത് മേടിച്ചേക്കണത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പടക്കങ്ങൾ ഉണ്ട് നമ്മളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചിപ്പോ ഞാനും ചേട്ടനും മാത്രമേ പൊട്ടിക്കാനുള്ളൂ. അത് കാരണം വലിയ കുറെ ആയിട്ടൊന്നുമില്ല, എന്നാ കുറച്ചുണ്ട് താനും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പടക്കം മേടിച്ചേക്കണത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ മേടിച്ചേക്കണേന്ന് നോക്കാം. ഓക്കെ കുഞ്ഞിന് ഇവിടെ വന്നിരിക്കൂ, ഇവിടെ ഇരിക്കൂ, ബാ ഇവിടെ തിന്നിരിക്കും. നമുക്ക് പടക്കങ്ങൾ നോക്കാം. കൈ മുറിയൂ. ഇവിടെ ഇരിക്കൂ കണ്ണാ, ഇവിടെ ഇരിക്കേ. എന്നാ അവിടെ ഇരുന്ന് നോക്കി. കുഞ്ഞുമണി ഇത് അൺബോക്സ് ചെയ്യുമ്പോ എന്തിട്ടാ കാണണേന്നുള്ള തിടുക്കത്തില. അതാണ് ഇവരിക്കൂല നിക്കൂലാത്ത രീതിയിൽ അവൾ ഇരിക്കണം. എന്താ നീ തുള്ളിച്ചാടണേ? കണ്ടേ തുറന്നല്ലോ, തുറന്നു. ഇതെന്താ കുഞ്ഞുമണി? ഇതെന്താ? അത് പടക്കം. ഇവിടെ ഇരിക്കുവല്ലേ അമ്മ പറഞ്ഞ കാണിച്ചു തരാന്ന്. കമ്പിത്തിരി, ഇതെന്താ? കിറ്റ്കാറ്റ്.
ഓലപ്പടക്കം. ഓലപ്പടക്കല്ലേ? ആ, ഓലപ്പടക്കം കണ്ടോളൂ. തലചക്രം. പിന്നെ ഇതെന്താ? എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് മറ്റേ ഇങ്ങനെ ബിരിയാണി സാധനല്ലേ, എന്നിട്ട് അതിന്റെ പേര് പൂത്തിരി. അയ്യോ, അതൊന്നും എടുക്കരുത്. ഇത് നാളെ പൊട്ടിക്കാം. ഇതും ഏകദേശം പൂത്തിരിയുടെ വേറൊരു മോഡലാണ് കേട്ടോ. പിന്നെ മാലപ്പടക്കം. മാലപ്പടക്കാണ്. ഗുണ്ട്. എനിക്ക് പേടിയാണ്. അതായത് ഈ സാധനം പൊട്ടിക്കണ ആൾക്കാർക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്, അതായത് ചേട്ടന്, ധൈര്യമുള്ളവർക്ക്. ഇതെന്തോ ഒരു പുതിയ സാധനമാണ് കേട്ടാ. ഇതിങ്ങനെ എന്തോ കത്തിച്ചു വിട്ടതിന് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സ്പീഡ് കാറ് പോണ മാതിരി പോകുന്നാണ് അവര് പറഞ്ഞത്. നമുക്ക് കത്തിച്ചു നോക്കുമ്പോ അറിയാം. ഇതെന്താ സാധനം? ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇത് കിറ്റ്കാറ്റ് ആവും അല്ലേ? എന്തോ ബട്ടർഫ്ലൈ. പിന്നെ 3 കമ്പിത്തിരി, അല്ല 4 കമ്പിത്തിരി വേറെ എക്സ്ട്രാ. ഇത്രേ ഉള്ളൂ. പിന്നെ 15 ഷോട്ടിന്റെ അമിട്ട്. ഇത്രയാണുള്ളൂ കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. 15 ഷോട്ടിന്റെ അമിട്ട്. എന്റെ ദൈവമേ, ഇതാണ് 15 അല്ലേ? 15 ഷോട്ടിന്റെ അമിട്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ. എന്തായാലും നാളെ ഇനിയിപ്പോ വിഷു സംക്രാന്തി ആയില്ലേ. ഇനിയിപ്പോ നാളെ അമ്മ ജോലിക്ക് പോവുണ്ടാവില്ല. നാളെ അമ്മ ഓഫ് ആയിരിക്കും. അപ്പൊ നാളെ ഇനി സംക്രാന്തിയുടെ പരിപാടികളുണ്ട്. അതായത് അടിച്ചുവാരി തുടക്കുക, പിന്നെ വീട് മൊത്തം ക്ലീൻ ആക്കുക. സംക്രാന്തി അല്ലേ, എന്താ മേട്ടകളെ ഓടിക്കണ്ട നമുക്ക്. അപ്പൊ നാളെ ഇനി അതാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പടക്കം പൊട്ടിക്കും, രാത്രി കണി ഒരുക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയാണ് വരാൻ പോണത്. അതൊക്കെ ഇനി പിന്നെ അടുത്ത ഇതിൽ കാണിച്ചു തരാട്ടാ. അപ്പൊ ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ ഇതാ കണിയൊക്കെ വെച്ച് കഴിഞ്ഞു. സൂക്ഷിച്ചു നോക്കുമ്പോ നമുക്ക് കണിയുടെ ഉള്ളിൽ ഒരു സാധനം കൂടിയും കാണാൻ പറ്റൂട്ടാ. സൂക്ഷിച്ചു നോക്കിക്കോളൂ. അങ്ങനെ ഇതാ സൂക്ഷിച്ചു നോക്കിയ സാധനമാണ് ഇതാ. കുഞ്ഞുമണി കൊണ്ടുപോയിട്ട് കുഞ്ഞുമണിയുടെ കളിപ്പാട്ടം കൃഷ്ണന് കളിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിഷുവിന്റെ അന്ന് രാവിലെ 4 മണിക്ക് എണീറ്റ് കണിയൊക്കെ കണ്ടു. പിന്നെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കുഞ്ഞിമണി കമ്പിത്തിരിക്ക് വേണ്ടി വാശിയായിട്ട് കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടി നിക്കണതാണ് കേട്ടോ കാണുന്നത്. കൈനീട്ടൊക്കെ മേടിച്ചു കഴിഞ്ഞ അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് ചനക്കത്തൂർക്കാവ് അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മളെങ്ങടെ പോണേ? എവിടേക്കാ പോണേ? എവിടേക്കാ പോണേ പറയൂ? അമ്പലത്തിലേക്ക്. എവിടേക്കാടാ? അമ്പലത്തേക്ക്. ഒരു ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കൂ. നല്ല തിരക്കുണ്ടല്ലോ അമ്പലത്തില്.
അങ്ങനെ നമ്മുടെ വിഷുവിന്റെ ഒരുവിധം എല്ലാതും കഴിഞ്ഞു. ഇനി കുറച്ച് പടക്കം ബാക്കിയുണ്ടല്ലോ, നമുക്ക് കുറച്ച് പടക്കം ബാക്കിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കുറ്റൂർക്ക് പോവാണ് കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് കുറ്റൂർക്ക് പോവാണ്. പിന്നെ സദ്യയുടെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല, വേറെ ഒന്നുകൊണ്ടല്ല, വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അച്ചോള് വന്നിട്ടുണ്ടായിരുന്നു. അച്ചോള് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അച്ചോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങള്, അവർക്ക് അച്ചോളെന്നാണ് പറയാ കേട്ടോ. ചിലവർ അമ്മായി എന്നൊക്കെ പറയും അച്ഛൻ്റെ പെങ്ങളിനെ. അപ്പോൾ അവര് അച്ചോളും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് സദ്യയുടെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറ്റൂർക്ക് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ കുഞ്ഞുമണി, അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വിഷു. കുഞ്ഞുമണി ഹാപ്പി വിഷു പറയൂ, ഉറക്കെ പറയൂ, ഹാപ്പി വിഷു പറയൂ. അപ്പൊ ഓക്കെ, ബൈ.